സാങ്കേതിക സർവകലാശാല വി.സി. നിയമന കാര്യത്തിൽ സുപ്രീം കോടതി വിധിയനുസരിച്ച് ഗവർണർക്ക് യുക്തമായ തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. സാങ്കേതിക സർവകലാശാലയിൽ വി.സി.ആയി ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചത് ചോദ്യം ചെയ്ത് സർക്കാർ ഫയൽ ചെയ്ത ഹർജിയിലാണ് ഈ ഉത്തരവുണ്ടായത്. അന്ന് നിലനിന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ്, ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. സർക്കാർ നൽകുന്ന പാനലിൽ നിന്നും താൽക്കാലിക വി.സിയെ നിയമിക്കാനാണ് സംസ്ഥാന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. എന്നാൽ കണ്ണൂർ സർവകലാശാല വി.സി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അപ്പീലിൽ വി.സി നിയമനത്തിൽ സർക്കാർ ഇടപെടൽ പാടില്ലെന്ന സുപ്രീം കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി ഡിവിഷൻ ബെഞ്ചിന്റെ വ്യക്തത തേടി ഗവർണർ നൽകിയ അപേക്ഷയിലാണ് ഡിവിഷൻ ബെഞ്ച് നിലപാട് വ്യക്തമാക്കിയത്. KTUവിന്റെ ചുമതല വഹിച്ചിരുന്ന ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് കാലാവധി പൂർത്തിയാക്കിയിരുന്നു. തുടർന്ന് സാങ്കേതിക സർവകലാശാല വി.സിയുടെ ചുമതല നൽകുന്നതിന് സജി ഗോപിനാഥ് ഉൾപ്പെടെ 3 പേരുടെ പാനൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഗവർണർക്ക് സമർപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ഡിവിഷൻ ബെഞ്ചിന്റെ വിശദീകരണം തേടിയത്. എന്നാൽ സുപ്രീം കോടതി വിധിയനുസരിച്ച് ഗവർണർക്ക് യുക്തമായ തീരുമാനമെടുക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു.